അപ്പോൾ പാട്രിയോട്ട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു മാസ് പടമാണ് പ്രതീക്ഷിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു ക്ലാസ് പടമാണ് പ്രതീക്ഷിച്ച് പോകണമെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് തന്നെ ആയിരിക്കും. Patriot. പണ്ടൊക്കെ ഇതിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ആരും ഒരു മാസം പടം പ്രതീക്ഷിച്ച് തിയേറ്ററിലോട്ട് പോകണ്ട, ഇതൊരു ക്ലാസ് പടമായിരിക്കും. ഞാനും ഒരു ക്ലാസ് പടം പ്രതീക്ഷിച്ചാണ് പടത്തിന് പോയത്. പക്ഷേ ദി തിങ് ഈസ്, ഈ ടീസറിലും ട്രെയിലറിലും കാണിച്ചിട്ടുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ പടത്തിനൊന്നും ഓഫർ ചെയ്യാനില്ല എന്നുള്ളതാണ്. പടം സംസാരിക്കുന്ന വിഷയം ഗൗരവമുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ടി വി കംപ്ലൈൻ്റ് ആയെന്ന് നിങ്ങൾ മൊബൈലിൽ കൂടി ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാലോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഈവൻ ചിന്തിച്ചാൽ പോലും നിങ്ങളുടെ മൊബൈൽ തുറന്നാൽ പിന്നെ കാണുന്നത് ഈ ടി വിയുടെ ആഡായിരിക്കും. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും എന്താ ഒരു പരാതി ഇല്ലാത്തത്, ആരും എന്താ ചർച്ച ചെയ്യാത്തതെന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഏകദേശം സെയിം തീമിൽ വിശാലിൻ്റെ ഒരു പടം തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലും ദർശനമുണ്ടല്ലോ. പക്ഷേ ഈ കഥ പറയാനായിട്ട് ഈ ജെറ്റ് വിമാനത്തിൻ്റെ ഒക്കെ ആവശ്യം എന്താണ്? ഈ ബിഗ് ഗംസിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഫഹദ് ഫാസിലിന്റെ വക ഇവർ രണ്ടിനെയും കുറിച്ചുള്ള ബിൽഡപ്പ് ഡയലോഗുകൾ ഉറക്കാണ്ട്. പക്ഷെ ഇതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഒന്നും ആ പടത്തിൽ അവർക്കില്ല. എസ്പെഷ്യലി മോഹൻലാൽ ഫാൻസിനൊക്കെ കനത്ത ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും ഈ പടം. പാട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയില്ല, അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. പടത്തിന്റെ നല്ലത് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. ഇന്റർവെല്ലിൽ വന്നപ്പോൾ കുറച്ച് ക്ലാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സും കഴിഞ്ഞ് അവസാനത്തെ മമ്മൂട്ടിയുടെ ഡയലോഗ് കേട്ടപ്പോൾ എടാ ഇതും ടീച്ചറിലുണ്ടല്ലോ എന്നാണ് എൻ്റെ മൈൻഡിൽ വന്നത്. അതോടെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രഫി സൂപ്പറായിരുന്നു. കുഞ്ചാക്കോവൻ മോഹൻലാലിനെക്കാത്തൊരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ ഫൈറ്റ് സീക്വൻസിൽ ക്യാമറ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്യാമറ എവിടെ വെക്കുമെന്നൊരു ഐഡിയ ഇല്ലാത്ത പോലെ. മിക്ക ഫൈറ്റ് സീക്വൻസ് നടക്കുന്നത് ഇടുങ്ങിയ സ്ഥലത്താണ്. അതുകൊണ്ടാണോന്നറിയില്ല, ക്യാമറ മിക്കപ്പോഴും ക്ലോസപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് മൂവ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ടെക്നിക്കലി പടം സോളിഡ് ആണ്, പക്ഷേ സ്ക്രീൻ പ്ലേ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതേപോലെ ഈ മോസ്കോഡും അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും അങ്ങനത്തെ കുറേ വിഷയമൊക്കെ എത്ര പേർക്ക് മനസ്സിലാകും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. ഈ പടത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 2.5 റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ നിങ്ങളാരെങ്കിലും പടം കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.